എല്ലാവർക്കും നമസ്കാരം. ഡിപ്ലോമ എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഒക്ടോബർ 2018 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 പാർട്ട് ബി. ഒക്ടോബർ 2018 ഡിപ്ലോമ എക്സാമിനേഷനിൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 എന്ന പേപ്പറിൽ പാർട്ട് ബി എന്ന് പറയുന്ന സെക്ഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് ബിയിൽ 7 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 7 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതിയാകും. ഒരു ക്വസ്റ്റ്യന് 6 മാർക്ക് വീതം, ടോട്ടൽ 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ബിയിൽ ഉള്ളത്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി വാല്യൂ ഓഫ് tan 75 degree without using tables and show that tan 75 degree plus cot 75 degree equal to 4. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് വാല്യൂ ഓഫ് tan 75 ഡിഗ്രി. നമുക്കറിയാം 75 ഡിഗ്രി ഈക്വൽ ടു 45 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി. ദെൻ tan 75 ഡിഗ്രി ഈക്വൽ ടു tan 45 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി. നമുക്കറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് tan a പ്ലസ് ബി. അപ്പോൾ tan a പ്ലസ് ബി ഈക്വൽ ടു tan a plus tan b divided by 1 minus tan a tan b. So here a equal to 45 degree and b equal to 30 degree. Now tan 45 degree plus 30 degree equal to tan 45 degree plus tan 30 degree divided by 1 minus tan 45 degree into tan 30 degree. നമുക്കറിയാം tan 45 ഡിഗ്രി ഈക്വൽ ടു 1 ആൻഡ് tan 30 ഡിഗ്രി ഈക്വൽ ടു 1 by root 3. Substituting these values, we will get 1 plus 1 by root 3 divided by 1 minus 1 into 1 by root 3. നമുക്ക് ന്യൂമറേറ്റർ സെപ്പറേറ്റ് LCM കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും root 3 plus 1 divided by root 3. അതുപോലെ ഡിനോമിനേറ്റർ സെപ്പറേറ്റ് LCM കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും റൂട്ട് 3 മൈനസ് 1 ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് 3. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും റൂട്ട് 3കൾ തമ്മിൽ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അവസാനം നമുക്ക് റൂട്ട് 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 3 മൈനസ് 1. നമുക്കറിയാം കോട്ട് തീറ്റ ഈക്വൽ ടു 1 ബൈ ടാൻ തീറ്റ. Similarly, cot 75 degree equal to 1 by tan 75 degree, which is equal to root 3 minus 1 divided by root 3 plus 1. Now, we can find the value of tan 75 degree plus cot 75 degree, which is equal to root 3 plus 1 divided by root 3 minus 1 plus root 3 minus 1 divided by root 3 plus 1. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാം. ദെൻ റൂട്ട് 3 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1 പ്ലസ് റൂട്ട് 3 മൈനസ് 1 ഇൻറ്റു റൂട്ട് 3 മൈനസ് 1 ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് 3 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 3 മൈനസ് 1. ഓരോ ടേംസും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ we will get 3 plus root 3 plus root 3 plus 1 plus 3 minus root 3 minus root 3 plus 1 all divided by 3 minus 1. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിനോമിനേറ്റർ നമുക്കറിയാം a plus b into a minus b equal to a square minus b square. Here root 3 plus 1 into root 3 minus 1 equal to root 3 square minus 1 square, which is equal to 3 minus 1. അപ്പോൾ റൂട്ട് 3 പ്ലസ് റൂട്ട് 3 അതുപോലെ മൈനസ് റൂട്ട് 3 മൈനസ് റൂട്ട് 3 എന്നിങ്ങനെയുള്ള ടേംസുകൾ കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്തു പോകുന്നതായിരിക്കും. ആൻഡ് ഫൈനലി വി വിൽ ഗെറ്റ് 8 by 2 which is equal to 4. ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്.
ഒന്നാമത്തെ ഫോർമുല tan a plus b equal to tan a plus tan b divided by 1 minus tan a tan b. രണ്ടാമത്തെ ഇമ്പ്രായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് tan 45 degree equal to 1 and tan 30 degree equal to 1 by root 3. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു ഫോർമുലയാണ് cot theta equal to 1 divided by tan theta. Next problem. The horizontal distance between two towers is 60 meter and the angle of depression of the first tower as seen from the second, which is in 150 meter height, is 30 degree. Find the height of the first tower. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് രണ്ട് ടവേഴ്സും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 60 മീറ്റർ ആണ്. അതുപോലെ രണ്ടാമത്തെ ടവർ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 150 മീറ്റർ ആണ്. ആ രണ്ടാമത്തെ ടവറിൻ്റെ മുകളിൽ നിന്നും ആദ്യത്തെ ടവറിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് ദി ഫസ്റ്റ് ടവർ. അപ്പം നമുക്ക് പിക്ചറൈസ് ചെയ്യാൻ സാധിക്കും. ഹിയർ AE represents the first tower and BD represents the second tower. അപ്പം നമുക്ക് തന്നിട്ടുണ്ട് AB equal to 60 meter. അപ്പോൾ ഈ ഫിഗറിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ABയും ECയും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ കോൺ DEC which is equal to 30 degree and here BD equal to 150 meter. First we have to find CD. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് സെക്കൻഡ് ടവർ തന്നിട്ടുണ്ട് 150 മീറ്റർ ആണ്. നമുക്ക് ഫസ്റ്റ് ടവറിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ഹിയർ AE കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് BD നമുക്കറിയാം. അതിൽ നിന്നും CD എന്ന് പറയുന്ന ആ ഹൈറ്റ് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് BC കിട്ടും. അപ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് CD. ഈ CD കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് tan 30 ഈക്വൽ ടു നമുക്കറിയാം tan തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഹിയർ tan 30 ഈക്വൽ ടു CD ഡിവൈഡഡ് ബൈ EC. And value of tan 30 is 1 by root 3 and here given EC equal to 60. Substituting these values we will get 1 by root 3 equal to CD by 6. From this CD equal to 60 by root 3 meter. Now the height of the first tower is AE equal to BD minus CD, which is equal to 150 minus 60 by root 3, which is equal to 115.36 meter. Next problem. Prove that cos pi by 8 plus cos 3 pi by 8 plus cos 5 pi by 8 plus cos 7 pi by 8 equal to 0. നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതി. ടോട്ടൽ നമുക്ക് 4 ടേംസുകളാണുള്ളത്. അതിൽ ആദ്യത്തെ 2 ടേംസിനെ ഒരു ഗ്രൂപ്പും അടുത്ത 2 ടേംസിനെ സെക്കൻഡ് ഗ്രൂപ്പുമാക്കി മാറ്റി. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല അറിയാം. കോസ് C പ്ലസ് കോസ് D ഈക്വൽ ടു 2 cos C plus D by 2 into cos C minus D by 2. ഈ ഫോർമുല നമ്മൾ ഓരോ ഗ്രൂപ്പിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഗ്രൂപ്പിൽ C ഈക്വൽ ടു പൈ ബൈ 8 ആൻഡ് D ഈക്വൽ ടു 3 പൈ ബൈ 8. Then cos pi by 8 plus cos 3 pi by 8 equal to 2 into cos pi by 8 plus 3 pi by 8 divided by 2 into cos pi by 8 minus 3 pi by 8 by 2.
നൗ സെക്കൻഡ് ഗ്രൂപ്പിൽ അതേ ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ cos 5 pi by 8 plus cos 7 pi by 8 equal to 2 into cos 5 pi by 8 plus 7 pi by 8 divided by 2 into cos 5 pi by 8 minus 7 pi by 8 divided by 2, which is equal to 2 into cos, നമുക്കറിയാം pi by 8 plus 3 pi by 8 means 4 pi by 8. അതുപോലെ pi by 8 minus 3 pi by 8 minus 2 pi by 8. 5 pi by 8 plus 7 pi by 8 എന്ന് പറയുന്നത് 12 pi by 8. 5 pi by 8 minus 7 pi by 8 എന്ന് പറയുന്നത് minus 2 pi by 8. ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ആ ബ്രാക്കറ്റിൽ അപ്ലൈ ചെയ്യാം. Then 2 into cos 4 pi by 8 by 2 into cos minus 2 pi by 8 by 2 plus 2 into cos 12 pi by 8 by 2 into cos minus 2 pi by 8 by 2, which is equal to 2 into cos 4 pi by 16 into cos minus 2 pi by 16 plus 2 into cos 12 pi by 16 into cos minus 2 pi by 16. ഓരോ ടേംസിലും ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്ന ടേംസുകളൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. Then 2 into cos pi by 4 into cos minus pi by 8 plus 2 into cos 3 pi by 4 into cos minus pi by 8. നമുക്കറിയാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് കോസ് മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ. ആ സെയിം ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കോസ് മൈനസ് പൈ ബൈ 8 ഈക്വൽ ടു കോസ് പൈ ബൈ 8 എന്ന് ലഭിക്കും. Then we will get 2 into cos pi by 4 into cos pi by 8 plus 2 into cos 3 pi by 4 into cos pi by 8. നമുക്ക് രണ്ട് ടേംസിലും കോസ് പൈ ബൈ 8 എന്ന് പറയുന്നത് കോമൺ ആയി കാണാം. അതുകൊണ്ട് തന്നെ നമുക്കതിനെ പുറമേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ 2 ഇൻറ്റു കോസ് പൈ ബൈ 8, ദെൻ ബാക്കിയുള്ള ടേംസ് എഴുതുകയാണെങ്കിൽ കോസ് പൈ ബൈ 4 പ്ലസ് കോസ് 3 പൈ ബൈ 4. എഗെയിൻ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആ രണ്ട് ടേംസിൻ്റെ സമ്മിനെ നമ്മൾ മുന്നേ ഉപയോഗിച്ച സെയിം ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതായത് കോസ് സി പ്ലസ് കോസ് ഡി ഈക്വൽ ടു 2 ഇൻറ്റു കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. അപ്പോൾ ഹിയർ സി ഈക്വൽ ടു പൈ ബൈ 4 ആൻഡ് ഡി ഈക്വൽ ടു 3 പൈ ബൈ 4. ആ ഫോർമുലയിൽ സിക്കും ഡിക്കും പകരം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ we will get 2 into cos pi by 8 into 2 cos pi by 4 plus 3 pi by 4 by 2 into cos pi by 4 minus 3 pi by 4 by 2, which is equal to 2 into cos pi by 8 into 2 into cos 4 pi by 4 by 2 into cos minus 2 pi by 4 by 2, which is equal to 2 into cos pi by 8 into 2 into cos 4 pi by 8 into cos minus 2 pi by 8. ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്ന ടേംസുകളൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ആൻഡ് ഫൈനലി വി വിൽ ഗെറ്റ് 4 into cos pi by 8 into cos pi by 2 into cos minus pi by 4. അഗെയിൻ നമുക്കറിയാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല കോസ് മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹിയർ കോസ് മൈനസ് പൈ ബൈ 4 ഈക്വൽ ടു കോസ് പൈ ബൈ 4. ദെൻ വി വിൽ ഗെറ്റ് 4 ഇൻറ്റു കോസ് പൈ ബൈ 8 ഇൻറ്റു കോസ് പൈ ബൈ 2 ഇൻറ്റു കോസ് പൈ ബൈ 4. നമുക്കറിയാം കോസ് പൈ ബൈ 2 എന്ന് പറയുന്നത് കോസ് 90 ആണ്.
ആൻഡ് കോസ് 90യുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ദെൻ 0 ഇൻറ്റു എനി ടേം ഈക്വൽ ടു 0. നെക്സ്റ്റ് പ്രോബ്ലം. സോൾവ് ട്രയാങ്കിൾ ABC given A equal to 4 cm, B equal to 5 cm and C equal to 7 cm. Let ABC be the given triangle and നമുക്ക് തന്നിട്ടുണ്ട് 3 സൈഡുകളും നമുക്ക് തന്നിട്ടുണ്ട്. A equal to 4 cm, B equal to 5 cm and C equal to 7 cm. ഒരു ട്രയാങ്കിൾ സോൾവ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡുകളും അതുപോലെ തന്നെ 3 ആംഗിൾസും കണ്ടുപിടിക്കലാണ്. ഇവിടെ നമുക്ക് 3 വശങ്ങളും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള 3 ആംഗിൾസും കണ്ടുപിടിക്കലാണ് നമ്മുടെ എയിം. അതിനുവേണ്ടി നമുക്ക് കൊസൈൻ റൂൾ അറിയാം. ഇൻ എനി ട്രയാങ്കിൾ ABC, A square equal to B square plus C square minus 2BC cos A, B square equal to C square plus A square minus 2CA cos B, and C square equal to A square plus B square minus 2AB cos C. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്മോൾ ലെറ്റേഴ്സിലുള്ള ABC എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ സൈഡുകളും അതുപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സായ ABC എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും ആണ്. ഈ കൊസൈൻ റൂൾ നമുക്കറിയാം. ഇതിൽ നിന്നും ആദ്യത്തെ ഫോർമുലയിൽ നിന്നും നമുക്ക് കോസ് എ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2BC എന്ന് കിട്ടുന്നതാണ്. നമുക്ക് എയും ബിയും സിയും തന്നിട്ടുണ്ട്. ഈ വാല്യൂസ് നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കോസ് എ ഈക്വൽ ടു 5 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5 ഇൻറ്റു 7 which is equal to 25 plus 49 minus 16 divided by 70 which is equal to 58 divided by 70. From this A equal to cos inverse 58 divided by 70. നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ we will get A equal to 34.0477 degree which is equal to 34 degree 2 minutes. ഇതുപോലെ തന്നെ നമുക്ക് കൊസൈൻ റൂളിൻ്റെ രണ്ടാമത്തെ ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ cos B equal to C square plus A square minus B square divided by 2CA. തന്നിരിക്കുന്ന എക്കും ബിക്കും സിയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 7 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ divided by 2 into 7 into 4 which is equal to 49 plus 16 minus 25 divided by 56 which is equal to 40 divided by 56. ഇതിൽ നിന്നും നമുക്ക് B equal to cos inverse 40 by 56. കാൽക്കുലേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 44.4153 ഡിഗ്രി എന്ന് ലഭിക്കുന്നതാണ്. which is equal to 44 degree 24 minutes. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം ഏതൊരു ട്രയാങ്കിളിൻ്റെയും 3 ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എയും ബിയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ ആംഗിളായ സി കണ്ടുപിടിക്കാൻ വേണ്ടി ഈ എയും ബിയും കൂടി ആഡ് ചെയ്യുന്നു. 180 ഡിഗ്രിയിൽ നിന്നും ആ കിട്ടിയ സം സബ്ട്രാക്ട് ചെയ്യുന്നു. കാരണം ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു ട്രയാങ്കിളിൻ്റെയും 3 ആംഗിൾസിൻ്റെയും സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അപ്പോൾ ഹെൻസ് സി ഈക്വൽ ടു 180 degree minus A plus B which is equal to 180 degree minus 34 degree 2 minutes plus 44 degree 24 minutes which is equal to 180 degree minus
78 degree 26 minutes, which is equal to 101 degree 34 minutes. ഇപ്പോൾ നമുക്ക് ആംഗിൾസുകളായ എയും ബിയും സിയും കിട്ടിക്കഴിഞ്ഞു. ശ്രദ്ധിക്കേണ്ട വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കോസൈൻ റൂളാണ്. ഇപ്പോൾ 3 സൈഡുകളും ഒരു ട്രയാങ്കിളിൻ്റെ 3 വശങ്ങളും തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കോസൈൻ റൂൾ. നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദി സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സ്. എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സ്. നൗ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്, എക്സ് വെച്ച് ഡിഫറൻഷിയേഷൻ ചെയ്യുകയാണെങ്കിൽ dy ബൈ ഡി എക്സ് ഈക്വൽ ടു, ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റാണ്. ഇപ്പോൾ 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. നമുക്കറിയാം പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത് 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് യു ഇൻറ്റു വി ഈക്വൽ ടു യു ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വി പ്ലസ് വി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യു. അപ്പോൾ ഹിയർ u equal to x square and v equal to log x. Then dy by dx equal to x square into d by dx of log x plus log x into d by dx of x square. നമുക്കറിയാം log xന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/x ഉം x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x ഉമാണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ x square into 1/x plus log x into 2x. ആദ്യത്തെ ടേമിൽ നമുക്ക് എക്സുകൾ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. then x plus log x into. Now differentiating again with respect to x, അതായത് നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. തൊട്ട് മുന്നേ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടിക്കഴിഞ്ഞു. ആ കിട്ടിയ ഡെറിവേറ്റീവിനെ ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു 2x. ഒന്നിൽ കൂടുതൽ ടേംസ് വരികയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നതിന് വേണ്ടി നമുക്ക് ഓരോ ടേംസിൻ്റെയും ഡെറിവേറ്റീവ് കണ്ട് ആഡ് ചെയ്താൽ മതിയാകും. then d by dx of x plus d by dx of log x into 2x. ഇതിൽ രണ്ടാമത്തെ ടേമിൽ വീണ്ടും നമ്മൾ പ്രോഡക്റ്റ് റൂളായി ഉപയോഗിക്കണം. കാരണം log x into 2x 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് ആണ്. 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു derivative of second plus second function into derivative of first. Then d by dx of x plus log x into d by dx of 2x plus 2x into d by dx of log x. അപ്പോൾ നമുക്കറിയാം എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1, 2xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2, ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ഈക്വൽ ടു 1/x. ഈ 3 വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് 1 പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു 2 പ്ലസ് 2x ഇൻറ്റു 1/x. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ടേമിൽ നമുക്ക് എക്സുകൾ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. then 1 പ്ലസ് 2 ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 2 which is equal to 3 പ്ലസ് 2 log x. ഈ പ്രോബ്ലത്തിൽ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫോർമുല എന്ന് പറയുന്നത് പ്രോഡക്റ്റ് റൂളാണ്. നമുക്കറിയാം പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്
രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അതുപോലെ തന്നെ നമുക്കറിയാം log xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/x. Now derivative of x equal to 1. Derivative of 2x equal to 2. Next problem. Differentiate sin x by the method of first principles. ഇതിനു വേണ്ടി നമുക്ക് let delta x be a small increment in x and delta y be the corresponding increment in y. And നമുക്ക് തന്നിട്ടുണ്ട് sin xൻ്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ let y equal to sin x. ഇനി y plus delta y equal to sin x plus delta x, where delta x be the small increment in x and delta y be the corresponding increment in y. ഇതിൽ നിന്നും നമുക്ക് delta y equal to sin x plus delta x minus y എന്ന് ലഭിക്കുന്നതാണ്. Again y equal to sin x, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ delta y equal to sin x plus delta x minus sin x. അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് സൈൻ സി മൈനസ് സൈൻ ഡി. നമുക്കറിയാം സൈൻ സി മൈനസ് സൈൻ ഡി ഈക്വൽ ടു 2 ഇൻറ്റു കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2. ഇവിടെ സി ഈക്വൽ ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആൻഡ് ഡി ഈക്വൽ ടു എക്സ്. ഈ സിയും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ delta y equal to 2 into cos x plus delta x plus x by 2 into sin x plus delta x minus x by 2. ഇതിൽ നിന്ന് നമുക്ക് എക്സ് എക്സ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗത്ത് എക്സും മൈനസ് എക്സും സബ്, which is equal to 2 into cos 2x plus delta x by 2 into sin delta x by 2. ഇനി നമുക്ക് ഓരോ ടേമിനെയും 2 കൊണ്ട് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാം. then delta y equal to 2 into cos x plus delta x by 2 into sin delta x by 2. Now delta y by delta x equal to 2 into cos x plus delta x by 2 into sin delta x by 2 divided by delta x. നമ്മുടെ എയിം എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രിക്കൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള അറേഞ്ച്മെൻറ്റ്സിന് വേണ്ടി നമ്മൾ ഡിനോമിനേറ്ററിലുള്ള ഡെൽറ്റ എക്സിനെ നമുക്ക് ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, മൾട്ടിപ്പിൾ ചെയ്യാം. ഈ മൾട്ടിപ്പിൾ ചെയ്യുന്ന 2ഉം അതുപോലെ തന്നെ ന്യൂമറേറ്ററിലുള്ള 2ഉം ക്യാൻസലായി പോയതിനു ശേഷം ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ 2 ഇൻറ്റു സൈൻ ഡെൽറ്റ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ബൈ 2. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദെൻ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു limit delta x tends to 0 cos x plus delta x by 2 into sin delta x by 2 divided by delta x by 2, which is equal to limit delta x tends to 0 cos x plus delta x by 2 into sin delta x by 2 divided by delta x by 2. അടുത്തതായി നമ്മൾ ലിമിറ്റിൻ്റെ തിയറംസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ലിമിറ്റ് യു ഇൻറ്റു വി ഈക്വൽ ടു ലിമിറ്റ് യു ഇൻറ്റു ലിമിറ്റ് വി. ആൻഡ് ഹിയർ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു limit delta x tends to 0 sin delta x by 2 divided by delta x by 2.
ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആണെങ്കിൽ ഡെൽറ്റ എക്സ് ബൈ 2 ടെൻസ് ടു 0 ആയിരിക്കും. ഇനി രണ്ടാമത്തെ പാർട്ടിലായ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 സൈൻ ഡെൽറ്റ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ബൈ 2 എന്ന് പറയുന്നതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ ആദ്യത്തെ പാർട്ടിലെ ഡെൽറ്റ എക്സിന് പകരം നമുക്ക് 0 കൊടുക്കുകയാണെങ്കിൽ we will get cos x into 1 which is equal to cos x. അതായത് d by dx of sin x equal to cos x. Next problem. If s denotes the displacement of a particle at the time t seconds and s equal to t cube minus 6t square plus 8t minus 4, find the time when the acceleration is 12 cm per second square and the velocity at that time. ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ആക്സലറേഷൻ 12 cm per second square ആകുമ്പോഴത്തെ ടൈം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ആ കണ്ടുപിടിച്ച ടൈമിലെ വെലോസിറ്റിയും കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഗിവൻ എസ് ഈക്വൽ ടു ടി ക്യൂബ് മൈനസ് 6t സ്ക്വയർ പ്ലസ് 8t മൈനസ് 4. ആദ്യമായി നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി വി ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി. അതായത് തന്നിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു ടൈം വി വിൽ ഗെറ്റ് വെലോസിറ്റി. Here v equal to ds by dt equal to d by dt of t cube minus 6t square plus 8t minus 4, which is equal to d by dt of t cube minus 6 into d by dt of t square plus 8 into d by dt of t minus d by dt of 4. അതായത് ഓരോ ടേംസിൻ്റെയും സെപ്പറേറ്റ് ഡെറിവേറ്റീവ് കണ്ടതിന് ശേഷം നമുക്ക് ഓപ്പറേഷൻ ചെയ്താൽ മതി. നമുക്കറിയാം ടി ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3t സ്ക്വയർ. അതുപോലെ ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് പറയുന്നത് 2t. ഡെറിവേറ്റീവ് ഓഫ് ടി ഈക്വൽ ടു 1 ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് 4 അതായത് ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു 0. ഈ 4 ഡെറിവേറ്റീവ്സിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 3t സ്ക്വയർ മൈനസ് 6 ഇൻറ്റു 2t പ്ലസ് 8 ഇൻറ്റു 1 മൈനസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 3t സ്ക്വയർ മൈനസ് 12t പ്ലസ് 8. ഇക്വേഷൻ നമ്പർ 1. നൗ ആക്സലറേഷൻ. അപ്പോൾ നമുക്കിപ്പോൾ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞു. Now differentiating velocity with respect to time, we will get acceleration. But here acceleration A equal to dv by dt, which is equal to d by dt of velocity, that is d by dt of 3t square minus 12t plus 8, which is equal to 3 into d by dt of t square minus 12 into d by dt of t plus d by dt of 8. നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് ടി സ്ക്വയർ ഈക്വൽ ടു 2t, ഡെറിവേറ്റീവ് ഓഫ് ടി ഈക്വൽ ടു 1 ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് ഈസ് 0. ഈ 3 ഡെറിവേറ്റീവ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് 3 into 2t minus 12 into 1 plus 0, which is equal to 6t minus 12. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് when the acceleration is 12 cm per second square. അങ്ങനെയാകുമ്പോഴത്തെ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ആക്സലറേഷൻ എന്ന് പറയുന്നത് 6t minus 12 ആണ്. Now 6t minus 12 equal to 12 implies 6t equal to 24.
implies t equal to 4 seconds. ഇപ്പോൾ acceleration 12 ആണെങ്കിൽ നമുക്ക് t എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത് 4 seconds ആണ്. അതിലുള്ള രണ്ടാമത്തെ പാർട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് t equal to 4 in equation number 1. അതായത് വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൽ ടിക്ക് പകരം 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വെലോസിറ്റി v ഈക്വൽ ടു 3 ഇൻറ്റു 4 സ്ക്വയർ മൈനസ് 12 ഇൻറ്റു 4 പ്ലസ് 8 which is equal to 48 minus 48 plus 8 which is equal to 8 centimeter per second. ഈ പ്രോബ്ലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ആണെങ്കിൽ വെലോസിറ്റി, അഗെയിൻ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ആണെങ്കിൽ ആക്സലറേഷൻ.